ഇപ്പോൾ വന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. തിരുവനന്തപുരം വെമ്പായത്ത് സ്കൂൾ വിദ്യാർത്ഥിനിക്ക് കുത്തേറ്റു. നെടുവേലി ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥിനിക്കാണ് കുത്തേറ്റത്. പരവൂർ സ്വദേശിയായ സഹദാണ് പെൺകുട്ടിയെ ആക്രമിച്ചത്. വിവരങ്ങളുമായി MS വീണയാണ് ചേരുന്നത്. വീണ, എന്താണ് ഈ സംഭവത്തിന് പുറകിൽ ഉണ്ടായത്? നിലിമ, അല്പസമയങ്ങൾക്ക് മുമ്പാണ് തിരുവനന്തപുരം വെമ്പായത്തുള്ള നെടുവേലി HSSൽ പഠിക്കുന്ന +2 വിദ്യാർത്ഥിനിക്കാണ് കുത്തേറ്റത്. പ്രണയപ്പകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ പരവൂർ സ്വദേശിയായ സഹദ് ഏറെ നാളായി പെൺകുട്ടിക്ക് പിന്നാലെ തന്നെ പ്രണയ അഭ്യർത്ഥന നടക്കുന്നുണ്ടായിരുന്നു. പെൺകുട്ടി ഇത് നിരസിച്ചതിന് പിന്നാലെയാണ് ഇന്ന് ആക്രമണം ഉണ്ടായതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കന്യാകുളങ്ങര സ്വദേശിയാണ് ഈ പെൺകുട്ടിയെയാണ് ഇന്ന് കത്തികൊണ്ട് കുത്തിയത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പെൺകുട്ടിയെ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. പ്രതിയെ കണ്ടുപിടിക്കുവാനുള്ള നടപടികൾ വെമ്പായം പോലീസ് സ്വീകരിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പൊതുവെ ഒരു ഗ്രാമപ്രദേശമാണ്. പക്ഷേ ഈ മേഖലകളിൽ, അതായത് നെടുമ്പങ്ങാട്, പോത്തൻകോട്, വെമ്പായം ഈ മേഖലകളിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഇത്തരത്തിലുള്ള അക്രമ സംഭവങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. 2 ദിവസങ്ങൾക്ക് മുമ്പാണ് പോത്തൻകോട് മേലേമുക്കിൽ 2 അജ്ഞാതരായ 2 അംഗ സംഘം ഒരു ബേക്കറിയിൽ കയറി ബേക്കറി ഉടമയും ജീവനക്കാരനെയും ഒക്കെ ആക്രമിച്ച ഒരു സംഭവം ഉണ്ടായിരുന്നു. സമീപ പ്രദേശത്തെ ഒരു ക്രമസമാധാന പാലനമടക്കം തകർന്നതായിട്ടുള്ള ഒരു വിമർശനം കൂടി ഉയരുന്നുണ്ട്. എന്തായാലും പോലീസ് ഈ മേഖലകളിൽ കൂടുതൽ ശക്തമായിട്ടുള്ള നിരീക്ഷണവും പരിശോധനയും നടത്തണമെന്നുള്ളൊരു ആവശ്യം കൂടി ഉയരുകയാണ്. ഗുരുതരാവസ്ഥയിൽ നിന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. നീലിമ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെയാണ് പെൺകുട്ടിയെ പ്രവേശിപ്പിച്ചത്. ആദ്യം വെമ്പായത്തുള്ള ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ പെൺകുട്ടിയെ എത്തിച്ചുവെങ്കിലും കൂടുതൽ വിദഗ്ധ ചികിത്സയ്ക്കായാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചത് എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. പ്രതിയെ പിടികൂടുവാനുള്ള ഊർജിത നീക്കങ്ങളും നടപടികളും നടക്കുന്നതായി വെമ്പായം പോലീസ് അറിയിച്ചു. നീലിമ.